വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഞാനിന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും അതേപോലെ വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ കറി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിതിൽ ഉള്ളി വഴറ്റേണ്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കേണ്ട, തേങ്ങ പാലെടുക്കേണ്ട, തേങ്ങ അരച്ച് ചേർക്കേണ്ട, അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മളിവിടെ ചേർക്കുന്നില്ല. വെറും 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. നമ്മളിത് പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഴുത്ത മാങ്ങയാണ്. പഴുത്ത മാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. കറിയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പൈസിയും ആണ്, അതേപോലെ ചെറിയൊരു പുളിയും മധുരവും എരിവും ഒക്കെ കൂടിയിട്ടുള്ളൊരു കറി. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോംബോയാണ് കേട്ടോ ഈ ഒരു സ്പെഷ്യൽ മാങ്ങക്കറി. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ ഉപ്പേരിയോ തോരനോ ഒന്നും വേണമെന്നില്ല കേട്ടോ. ചോറും ഈ ഒരു സ്പെഷ്യൽ മാങ്ങക്കറി മാത്രം മതി. ഇതും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാങ്ങ സീസൺ കഴിഞ്ഞിട്ടില്ല, മാങ്ങ സീസൺ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നത്. ഏത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇന്ന മാങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ടൈപ്പ് ഓഫ് മാമ്പഴം വേണമെങ്കിലും നമുക്കിതിലെടുക്കാം. പിന്നെ നല്ല പഴുത്ത മാങ്ങയായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞുതരാമല്ലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല പഴുത്ത മാങ്ങ അങ്ങനെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് പുളിവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. ഇത്രയും ചേർത്തുകൊണ്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പഴുത്ത മാങ്ങയാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാവട്ടെ. നമുക്ക് ഇത് കുക്കാവാൻ അധികം നേരമൊന്നും വേണ്ട. നമുക്കത് മൂടി തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ചേർക്കാനില്ല. നമുക്കിനി വറവിടാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനൊന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വറ്റൽമുളകാണ്. ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വറവിടുമ്പോൾ നല്ല പ്രത്യേക ഒരു സ്മെല്ലാണല്ലേ, കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലല്ലേ. അപ്പോൾ നമുക്കിനി വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വറവ് കറിയിലേക്ക് ചേർത്തപ്പോൾ തന്നെ നല്ല അടിപൊളി മണാട്ടോ. മാമ്പഴവും നമ്മുടെ ഈ വറവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്രത്യേക തരം ഒരു മണം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പഴുത്ത മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും. അത് കുക്കായി തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടയും ചെയ്യും. അപ്പോൾ അത് കാരണം തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, കാണുന്നില്ലേ? അപ്പോൾ നല്ല ചാറൊക്കെ നന്നായിട്ട് കുറുകി ശരിക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പോലെ. പക്ഷേ മാമ്പഴ പുളിശ്ശേരി നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. ഇത് വേറൊരു രീതിയിലുള്ളൊരു പഴുത്ത മാങ്ങ വെച്ചിട്ട് വേറെ രീതിയിൽ തയ്യാറാക്കിയ ഒരു കറി. ഈ കറിയുടെ കോംബോ ചോറ് തന്നെയാണ്.
ചോറും ഈ ഒരു കറിയും മാത്രം മതി. ഇത് ഒഴിക്കുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്. കാരണം ഞാനിത് കഴിച്ച് എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ ഞാനിത് വീണ്ടും ഇത് കണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ആ ടേസ്റ്റ് ഓർമ്മ വന്ന് കപ്പലൊടിക്കാനുള്ള വെള്ളം വായിലുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എരിവും പുളിയും മധുരം ഇത് മൂന്നും ഇതിൽ ഹൈലൈറ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. പിന്നെ ഇത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി പോലെയാണോ എന്ന് ചോദിച്ചാൽ മാമ്പഴപ്പുളിശ്ശേരിയിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്. മാമ്പഴപ്പുളിശ്ശേരി പോലെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിനെക്കാട്ടും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു പഴുത്ത മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടും അതേപോലെ സിമ്പിളായിട്ടും വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ കറി. നമ്മളിതിൽ ഉള്ളി വഴറ്റിയിട്ടില്ല, തേങ്ങ അരച്ചിട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല. വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ്. നമ്മൾ ഒരുപാട് ചേരുവകളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന കറികളും അതേപോലെ വളരെ കുറച്ച് ചേരുവകളും മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന കറികൾക്കും ടേസ്റ്റ് വളരെ വ്യത്യാസമാണ് അല്ലേ? നിങ്ങൾ തന്നെ പറ, ആണോ അല്ലയോ എന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഈ കറി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മാങ്ങ സീസണാണ്. മാങ്ങ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ഒരുപാട് ചേരുവകളും ഇല്ല, നമുക്ക് ഉള്ളിയൊന്നും വഴറ്റേണ്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കേണ്ട, തേങ്ങ അരയ്ക്കേണ്ട, അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാനില്ല. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് കേട്ടോ ഈ ഒരു സ്പെഷ്യൽ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ളൊരു കറി. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനത്തെ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള കറി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു പഴുത്ത മാങ്ങ വെച്ചിട്ട് ഇങ്ങനൊരു കറി. സംഭവം നല്ല അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ പെർഫെക്റ്റ് കോംബോ. വേറെ ഒന്നും വേണ്ട ചോറിൻ്റെ കൂടെ, ഇത് മാത്രം മതി. നമുക്ക് ഒരു പറ ചോറ് തന്നെ കഴിക്കാം. കാരണം ആ ഒരു മധുരവും പുളിയും എരിവും ഒക്കെ കൂടിയിട്ടുള്ളൊരു കറിയും ചോറും ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോഴെങ്ങനെയാണ് കയ്യിൽ നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കുള്ളൂ. അല്ലെങ്കിൽ പഴുത്ത മാങ്ങ വാങ്ങി വേഗം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു സ്പെഷ്യൽ കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാങ്ങ ഇഷ്ടമുള്ള എല്ലാവർക്കും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ മാങ്ങ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. മാങ്ങ എല്ലാവർക്കും ഒരു വീക്ക്നെസ് തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.